ശക്തമായ പോരാട്ടം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം കൈവരിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ആകെയുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിലെ വിജയം ബി.ജെ.പിക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. കാര്യമായ രീതിയിൽ തന്നെ കേരളത്തിലെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുവാനും ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കാലങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയല്ല. കാരണം ബി.ജെ.പിയെ സംബന്ധിച്ച് വടക്കേ ഇന്ത്യയേക്കാൾ കൂടുതൽ സ്വാധീനം ചെലുത്തുവാൻ സാധിച്ചിട്ടുള്ളത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്, പ്രത്യേകമായും കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ. ഇവിടങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട നേതാക്കന്മാരെയൊക്കെ കാര്യമായ രീതിയിൽ പരിഗണിക്കും എന്ന് ആദ്യം മുതൽ തന്നെ നരേന്ദ്രമോദി പല വേദികളിലും പറഞ്ഞിരുന്നതാണ്. അതായത് കേരളത്തിൽ മത്സരിക്കുന്ന 20 സ്ഥാനാർത്ഥികളിൽ ബി.ജെ.പിയുടെ 20 സ്ഥാനാർത്ഥികളിൽ ആര് വിജയിച്ചു വരുന്നുവോ വിജയിച്ചു വരുന്നവർക്ക് കേന്ദ്രമന്ത്രി പദവി ഉണ്ടായിരിക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. പ്രധാനമായും തൃശ്ശൂരിൽ മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി വിജയിച്ചു വന്നാൽ തീർച്ചയായും കേന്ദ്രമന്ത്രി പദവി നൽകുമെന്നും നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്ന പലതവണയും പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ഫലം വരുമ്പോൾ 20 ലോക്സഭാ മണ്ഡലത്തിൽ ബി.ജെ.പി അല്ലെങ്കിൽ NDA വിജയിച്ചത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ്. അവിടെ സ്ഥാനാർത്ഥിയായത് സിനിമാ താരവും രാഷ്ട്രീയ പ്രവർത്തകരുമായ ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ സുരേഷ് ഗോപിയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യം പരാജയം നേരിട്ട സുരേഷ് ഗോപി പിന്നീട് തൃശ്ശൂർ വിടാതെ തൃശ്ശൂരിൽ തന്നെ തൻ്റെ പ്രവർത്തന മണ്ഡലമായി കണ്ട് അവിടെ പ്രവർത്തിച്ചു വരികയും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുകയും ചെയ്യുന്നു. ആ കാലയളവിൽ രാജ്യസഭയിലേക്ക് സുരേഷ് ഗോപിയെ ബി.ജെ.പി പരിഗണിക്കുകയും ചെയ്തു. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായി 75,000-ൽ പരം ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി വിജയിച്ചു വരികയും ചെയ്യുന്നു. കൂടാതെ ഇതേ തെരഞ്ഞെടുപ്പിൽ തന്നെ ശക്തമായ പോരാട്ടം നടന്ന 2 ലോക്സഭാ മണ്ഡലങ്ങളാണ്, ഒന്ന് തിരുവനന്തപുരവും മറ്റൊന്ന് ആറ്റിങ്ങലും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന് അന്ന് 1 ലക്ഷത്തിനോട് അടുത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. എന്നാൽ 2024 സാക്ഷാൽ നരേന്ദ്രമോദി മത്സരിച്ചാൽ പോലും താൻ തന്നെ വിജയിക്കുമെന്ന് ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞ ശശി തരൂരിന് വിജയം നേടുവാൻ സാധിച്ചുവെങ്കിൽ പോലും 1 ലക്ഷം എന്ന ഭൂരിപക്ഷത്തിൻ്റെ അടുത്തുപോലും എത്താത്ത തരത്തിലേക്കുള്ള കേവല ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത്. 10,000-ൽ പരം ഭൂരിപക്ഷം മാത്രമാണ് ശശി തരൂരിന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കരസ്ഥമാക്കുവാൻ സാധിച്ചത്. അതിന് പ്രധാന കാരണം മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചു എന്നുള്ളതാണ്. നിരവധി പേരെ പരിഗണിച്ചതിന് ശേഷമായിരുന്നു ബി.ജെ.പി രാജീവ് ചന്ദ്രശേഖറിലേക്ക് എത്തിയത്. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് ശശി തരൂരിന് കിട്ടുന്ന എല്ലാ സ്വീകാര്യതയും ലഭിക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. നായർ എലൈറ്റ് വോട്ടുകളിൽ ഭിന്നിപ്പ് കൊണ്ടുവരുവാനും എല്ലാ കാലങ്ങളിലും ഏറ്റവും കൂടുതൽ വോട്ട് ശശി തരൂരിന് ലഭിച്ചിരുന്ന തീരദേശ മേഖലയിലെ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കുവാനുമൊക്കെ രാജീവ് ചന്ദ്രശേഖറിന് കൃത്യമായി സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് 2019 1 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ വിജയിച്ച വിശ്വപൗരനെ 10,000-ലേക്ക് തളച്ചിടുവാൻ രാജീവ് ചന്ദ്രശേഖരന് സാധിച്ചത്. ഇപ്പോൾ അതേ രാജീവ് ചന്ദ്രശേഖരനെ രാജ്യസഭയിലൂടെ പരിഗണിച്ച് കേന്ദ്രമന്ത്രിയാക്കുവാനുള്ള തീരുമാനം ഒരുപക്ഷെ ബി.ജെ.പി എടുക്കുവാനുള്ള സാധ്യത ഏറെയാണ്. അതായത് കേരളത്തിൽ നിന്ന് കൂടുതൽ കേന്ദ്രമന്ത്രിമാരെ പാർലമെന്റിലേക്ക് എത്തിക്കുവാനാണ് ബി.ജെ.പിയുടെ തീരുമാനമെന്ന് സാരം. ലോക്സഭയിലൂടെ വിജയിച്ചു വന്ന സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കുകയും ഒപ്പം രാജ്യസഭ വഴി തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരനെ കേന്ദ്രമന്ത്രിയാക്കുകയും ചെയ്യുന്നു. ആറ്റിങ്ങലാണ് പിന്നീട് ബി.ജെ.പിക്ക് മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിച്ച മറ്റൊരു ലോക്സഭാ മണ്ഡലം. അവിടെയും ഇഞ്ചോടിഞ്ച് പോരാട്ടമൊക്കെ നടത്തുവാൻ വി മുരളീധരന് സാധിച്ചു. 2019 ബി.ജെ.പിയുടെ വോട്ട് ഷെയറിനേക്കാൾ അധികം വോട്ടുകൾ നേടുവാൻ 2024 ബി.ജെ.പിക്ക് സാധിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തെയും ഒരുപക്ഷെ രാജ്യസഭയിലൂടെ കൊണ്ടുവന്ന കേന്ദ്രമന്ത്രി പദവി വി മുരളീധരനും നൽകുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ബി.ജെ.പി പാളയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഒപ്പം കോൺഗ്രസ് വിട്ട ബി.ജെ.പിയിലേക്ക് വന്ന കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാലിനെയും ബി.ജെ.പി പരിഗണനാ പട്ടികയിലുണ്ട്. അങ്ങനെ കാര്യമായ രീതിയിൽ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പരിഗണിച്ച് പ്രത്യേകമായി കേരളത്തെ പരിഗണിച്ച് കേരളത്തിൽ കൂടുതൽ കേന്ദ്രമന്ത്രിമാരെ കൊണ്ടുവന്ന 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഒരു മുന്നേറ്റം കാഴ്ചവെക്കുവാൻ തന്നെയാണ് ബി.ജെ.പി തീരുമാനിച്ചിരിക്കുന്നത്. വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും കാര്യമായ രീതിയിൽ സീറ്റുകളിൽ വർധന ഉണ്ടാക്കിക്കൊണ്ട് ശക്തമായി വീണ്ടും തിരിച്ചു വരിക എന്ന ഉദ്ദേശ ലക്ഷ്യം കൂടി ബി.ജെ.പിക്ക് ഈ കേന്ദ്രമന്ത്രി പദവി നൽകുന്നതിലൂടെ ഉണ്ട് എന്ന് വ്യക്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തമിഴ്നാട്ടിലെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അണ്ണാമലയെയും പരിഗണിക്കുവാൻ ബി.ജെ.പി തീരുമാനിച്ചിട്ടുണ്ട്. അതായത് തെക്കേ ഇന്ത്യയ്ക്ക് കൂടുതൽ ശ്രദ്ധ നൽകി പ്രത്യേകമായും കേരളത്തിൽ നിന്ന് കൂടുതൽ കേന്ദ്രമന്ത്രിമാരെ
പരിഗണിച്ചുകൊണ്ട് കാര്യമായ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യമാണ് ബി ജെ പിക്ക് ഇതിലൂടെ ഉള്ളത്. തങ്ങൾക്ക് തെക്കേ ഇന്ത്യയിൽ വേരോട്ടം നടത്തുവാൻ സാധിക്കും എന്ന ഉറപ്പിപ്പോൾ ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണം കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലുമൊക്കെ ബി ജെ പിക്ക് ഉണ്ടായ മുന്നേറ്റം തന്നെയാണ്. അതിൽ ഒരുപടിയെങ്കിലും പിന്നിൽ നിൽക്കുന്നത് തമിഴ്നാടാണ്. അല്ലാതെ കർണാടകയിലും അതുപോലെ തന്നെ കേരളത്തിലും ഒട്ടുമിക്ക ലോക്സഭാ മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിലുമൊക്കെ ബി ജെ പിക്ക് കാര്യമായ രീതിയിലുള്ള വോട്ട് വർധനവ് ഉണ്ടായിട്ടുണ്ട്. വി മുരളീധരനെ രാജ്യസഭാ അംഗമായി പരിഗണിച്ചില്ല എങ്കിൽ 2026 നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾക്കൊള്ളുന്ന അരുവിക്കര പോലെയുള്ള ബി ജെ പിക്ക് സ്വാധീനമുള്ള നിയമസഭാ മണ്ഡലങ്ങളിലൂടെ മത്സരിപ്പിച്ച് വി മുരളീധരനെ നിയമസഭയിലേക്ക് 2026 കൊണ്ടുവരാനുള്ള ഉദ്ദേശവും ബി ജെ പിക്കുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. അതായത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും ഒടുവിൽ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ബി ജെ പിയുടെ വിജയം സുനിശ്ചിതമാക്കുവാനുള്ള തയ്യാറെടുപ്പാണ്. അധികാരത്തിലേക്ക് എത്തുന്നതിൽ കൃത്യമായ തീരുമാനമെടുക്കുന്ന തരത്തിലേക്ക് ബി ജെ പി കൂടി കേരളത്തിൽ വർദ്ധിച്ചും വളർന്നും വരുമെന്നാണ് കേരള കേന്ദ്ര നേതൃത്വങ്ങൾ അറിയിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും വി മുരളീധരൻ അടക്കമുള്ള നേതാക്കന്മാരെ കൂടുതലായി പരിഗണിച്ചുകൊണ്ട് അവരെ കേന്ദ്രമന്ത്രിമാരാക്കിക്കൊണ്ട് കേരളത്തെ പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശം ആണ് ബി ജെ പി മുൻപോട്ട് വയ്ക്കുന്നത്. അത് എത്രമാത്രം സഫലമാകും എന്നുള്ളത് വരും തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ്.